എല്ലാവർക്കും നമസ്കാരം. എങ്ങും എവിടെയും ആശങ്കയാണ്. COVID-19 എന്ന വൈറസ് ശരിക്കും നമ്മളെ മുട്ടുകുത്തിച്ചിരിക്കുന്നു. വിജനമായ വീഥികൾ, ആളൊഴിഞ്ഞ ഷോപ്പിംഗ് മാളുകൾ, ഓഫീസുകൾ, കുട്ടികളുടെ കളിച്ചിരികളില്ലാത്ത പാർക്കുകൾ, സ്കൂളുകൾ, അങ്ങനെ എല്ലാം നിശ്ചലമായിരിക്കുന്നു. ഒരു സമയത്ത് നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പിരിമുറുക്കങ്ങളുടെയും ആവലാതിയുടെയും കാലം. പ്രശ്നങ്ങൾ ഓരോന്നായി പിടിമുറുക്കുകയാണ്. തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, മാനസിക പിരിമുറുക്കങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലും പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടത് പരസ്പര സാന്ത്വനമാണ്. ഇത് നമുക്ക് പകർന്നു കൊടുക്കാം. തളരാത്ത ഒരു മനസ്സ്, അതാണ് ഏതൊരവസ്ഥയെയും മറികടക്കാൻ നമുക്ക് ആദ്യമായി വേണ്ടത്. ഒരു ചെറിയ കഥ പറയാം. ഒരു ആട്ടിൻകുട്ടിയെ ഒരു കൂട്ടിൽ പൂട്ടിയിട്ടു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചെന്നായയെയും പൂട്ടിയിട്ടു. ഈ ആട്ടിൻകുട്ടിക്ക് ഈ ചെന്നായെ കാണുമ്പോൾ, അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, അതിൻ്റെ കുര കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. അയ്യോ, അതിപ്പോൾ എന്നെ തിന്നും. ഇതായിരുന്നു ആട്ടിൻകുട്ടിയുടെ ഭയം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആട്ടിൻകുട്ടി ചത്തുപോയി. ആട്ടിൻകുട്ടിയെ കൊന്നത് ചെന്നായയല്ല, എന്നാൽ ചെന്നായുടെ രൂപത്തിൽ ആട്ടിൻകുട്ടിയുടെ ഉള്ളിൽ കയറിക്കൂടിയ ഭയമാണ്. ഭയം ഒരു പ്രാവശ്യം നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നാം കാണുന്നതും കേൾക്കുന്നതും ആ ഭയം കാണിക്കുന്ന കാഴ്ചകളും ആ ഭയം കേൾപ്പിക്കുന്ന ശബ്ദങ്ങളും മാത്രമായിരിക്കും. ഏതൊരു ശത്രുവിനെയും തോൽപ്പിക്കാനുള്ള ആദ്യപടി നാം അതിനു മുന്നിൽ കാണിക്കുന്ന ധൈര്യമാണ്. ഒരു ചെറിയ കഥ കൂടിയും പറയാം. ആഫ്രിക്കയുടെ ഒരു മേച്ചിൽപ്പുറം, അതിൽ ഒരു കൂട്ടം എരുമകൾ പുല്ല് മേഞ്ഞിറക്കുകയാണ്. അതിലൊരു എരുമക്കൂട്ടം വന്ന് അച്ഛനോട് ചോദിക്കും, അച്ഛ, ഇവിടെ നമുക്ക് പേടിക്കേണ്ടതായിട്ട് വല്ലതുണ്ടോ? അപ്പോൾ അച്ഛൻ പറയും, ഉണ്ട് മോനെ, സിംഹം. ശരിയാ, പക്ഷെ ഞാൻ സിംഹത്തെ കണ്ടിട്ടില്ല. ഞാൻ സിംഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അഥവാ എപ്പോഴെങ്കിലും സിംഹത്തെ കാണുകയാണെങ്കിൽ ഞാൻ ഓടും. എൻ്റെ സർവ്വശക്തി എടുത്ത് ഞാൻ ഓടും. അപ്പം അച്ഛൻ പറയും, മോനെ, നീ അങ്ങനെ ഓടുകയാണെങ്കിൽ നീ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരാണത്. അതെന്താ? അച്ഛൻ പറയും, നീ ഓടുകയാണെങ്കിൽ അത് നിൻ്റെ പിന്നാലെ ഓടും. നിൻ്റെ പിന്നാലെ ഓടിയിട്ട് നിൻ്റെ പുറത്തേക്ക് അത് ചാടും. നിൻ്റെ പുറത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നീ താഴെ വീണ് പോവും. അയ്യോ, പിന്നെ ഞാൻ എന്താ ചെയ്യാം? അപ്പം അച്ഛൻ പറയും, നിന്നെ അഥവാ നീ ഒരു സിംഹത്തെ കാണുകയാണെങ്കിൽ നീ അതിന് നേരെ നിൽക്കണം. എന്നിട്ട് കാണിക്കണം നീ ആ സിംഹത്തെ കണ്ട് ഭയന്നിട്ടില്ല എന്ന്. എന്നിട്ടത് പിന്മാറിയിട്ടില്ലെങ്കിൽ നീ അവനെ കാണിച്ചു കൊടുക്കണം നിൻ്റെ ഈ കൂർത്ത കൊമ്പുകൾ. എന്നിട്ടും ആ സിംഹം പിൻവാങ്ങിയില്ലെങ്കിൽ നിൻ്റെ ശക്തമായ കുളമ്പുകളെ തറയിൽ ഉറച്ച് നീ ഒരിക്കലും ഭയപ്പെടില്ല എന്ന് ഒന്നുകൂടി അവനെ മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ടും ആ സിംഹം പോയിട്ടില്ലെങ്കിൽ നീ സിംഹത്തിന് നേരെ മുന്നിലേക്ക് 2 അടി വയ്ക്കണം. എന്നിട്ടും സിംഹം പിൻവാങ്ങാൻ തയ്യാറല്ല എങ്കിൽ പിന്നെ നീ ഒന്നും നോക്കരുത്. നിന്റെ സർവ്വശക്തിയും എടുത്ത് നീ ആ സിംഹത്തെ ആക്രമിക്കണം. ഞാൻ സിംഹത്തെ ആക്രമിക്കാനോ? അച്ഛൻ എന്താ ഈ പറയണേ? അയ്യോ, എന്നെക്കൊണ്ട് സിംഹത്തെ ആക്രമിക്കാൻ അത്ര ധൈര്യമൊന്നും എനിക്കില്ല. അപ്പോൾ അച്ഛൻ പറയും, പിന്നെ നീ ഒന്ന് ചുറ്റും ഒന്ന് നോക്ക്. അത് നോക്കും. ഒരു കൂട്ടം 200-ലേറെ വരുന്ന എരുമക്കൂട്ടങ്ങൾ, എല്ലാം നല്ല ബലശാലികൾ, എല്ലാ എരുമകളും നല്ല വലിയ കൊമ്പും നല്ല ശക്തമായ കുളമ്പുകളോടും കൂടിയ കുറേ എരുമക്കൂട്ടങ്ങൾ. മോനെ, ഇതാണ് നിൻ്റെ ബലം. നീ വിചാരിക്കരുത് നീ ഒറ്റയ്ക്കാണെന്ന്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. നീ അതിൻ്റെ മുന്നിൽ കാണിക്കുന്ന ധൈര്യം, ആ ഒരു സമയം ഇവരെല്ലാം നിൻ്റെ കൂടെ എത്തും നിന്നെ സഹായിക്കാനായി. അതുകൊണ്ട് ഒരിക്കലും നീ ആ ഒരു സിംഹത്തെ കണ്ട് ഓടിക്കളയരുത്. നീ അഥവാ ഓടിക്കളഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നിന്നെ കീഴ്പ്പെടുത്താൻ കുറച്ച് സമയം മതി ആ സിംഹത്തിന്. ഇത് കേട്ടപ്പോൾ ആ കൂട്ടം പറയും, അച്ഛൻ, എനിക്ക് തോന്നിയപ്പോൾ എനിക്കെല്ലാം മനസ്സിലായില്ല. ഞാൻ ഇനി ഓടില്ല. നമുക്ക് ചുറ്റും കുറേ സിംഹങ്ങൾ നമ്മെ ഭയപ്പെടുത്താനും കീഴ്പ്പെടുത്താനുമായി കാത്തു നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അതൊരു രോഗത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ നാളെ വേറൊരു രൂപത്തിലായിരിക്കും. ഏത് ശത്രു വന്നാലും ഒരു കൈ നോക്കാം എന്ന ചങ്കുറ്റമാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. പിന്നെ അതിനെ തോൽപ്പിക്കാനുള്ള ബുദ്ധിപരമായ നീക്കവും. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.